ഈ ആശുപത്രി അടച്ചുപൂട്ടേണ്ടുന്ന കാലം കഴിഞ്ഞില്ലേ? കല്ലിശ്ശേരിയിലെ KM ചെറിയാൻ മെമ്മോറിയൽ ആശുപത്രിയെക്കുറിച്ച് ഞങ്ങൾ നിരവധി വാർത്തകൾ കൊടുത്തിരുന്നു. ആ വാർത്തകൾ കൊടുത്തതിൻ്റെ കാര്യം എന്ന് പറയുന്നത് സമീപവാസികളുടെ പരാതികളായിരുന്നു. മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുവാൻ യാതൊരു മാർഗവുമില്ലാതെ കക്കൂസ് മാലിന്യങ്ങളടക്കം അടുത്ത വീടുകളിലെ കിണറുകളിലേക്കും പറമ്പുകളിലേക്കും ഒഴുക്കിവിടുന്ന ഈ ആശുപത്രിയുടെ നീചപ്രവൃത്തികളെക്കുറിച്ച് ഞങ്ങൾ നിരവധി വാർത്തകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ മോർച്ചറിയിലെയും ഓപ്പറേഷൻ തിയേറ്ററുകളിലെയും വരുന്ന ശരീരഭാഗങ്ങൾ, അഴുകിയ ശരീരഭാഗങ്ങൾ അവ കൂട്ടിയിട്ട് അവിടെ ദുർഗന്ധം വമ്പിച്ച് അത് IMAയുടെ ഐഡിയയ്ക്ക് കൊടുക്കാതെ അത് ചാക്കൽ കെട്ടി പമ്പയാറ്റിൽ കൊണ്ട് എറിഞ്ഞു കളയുന്ന ഇവർക്കെതിരെ കർശനമായ നടപടികൾ എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ സമരങ്ങൾ ചെയ്തിട്ടും അതെല്ലാം ആശുപത്രി അധികൃതർ തങ്ങളുടെ ആ മണി പവർ കൊണ്ടും മസിൽ പവർ കൊണ്ടും അട്ടിമറിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച നിരവധി പ്രക്ഷോഭങ്ങൾ ഈ സമീപവാസികൾ നടത്തിയിരുന്നു. അപ്പോൾ ഈ ആശുപത്രി മാനേജ്മെന്റ് ആവശ്യപ്പെടുന്നത് ആ സ്ഥലം ഞങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ വേണമെങ്കിൽ പൊക്കൂ എന്നാണ് ആവശ്യപ്പെടുന്നത്. ഇന്ന് പ്രേക്ഷകർ കാണാൻ പോകുന്നത് മഴവെള്ള സംഭരണി എന്നും പറഞ്ഞ് വലിയ ടാങ്കുകൾ ഉണ്ടാക്കി അതിൽ ഈ വേസ്റ്റ് വാട്ടറുകളും മലിനജലവും ശേഖരിച്ചിട്ടിരിക്കുന്നതാണ്. ഇത് ജനങ്ങളുടെ പരാതിയെ തുടർന്ന് അധികൃതർ എത്തി പരിശോധിക്കുന്ന ആ കാഴ്ചയും ജനങ്ങളുടെ പ്രതികരണവും കാണുക. പഞ്ചായത്ത് സെക്രട്ടറി ആണെന്ന് പറഞ്ഞ് ജലസംഭരണിയാണെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞു. 1.5 വർഷം കഴിയുമ്പോൾ തൊട്ടേ ഇത് ഓവർഫ്ലോ ആയിട്ട് വേസ്റ്റ് വെള്ളം വന്നിട്ട് ഞങ്ങൾ പലയിടത്തും കംപ്ലയിൻറ്റ് ചെയ്തു. ഞാൻ RDAക്ക് കംപ്ലയിൻറ്റ് ചെയ്തു. അവിടെ കൊടുത്തിട്ട് ഈ 2026 ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വന്ന് അന്വേഷിക്കാൻ ഇതിനകത്ത് കിടക്കുന്നത് കാണുന്നു. തുറക്കാനാണ് എല്ലാം KM ചെറിയാൻ പോലുള്ള വലിയൊരു ഹോസ്പിറ്റലിൻ്റെ മഴവെള്ള സംഭരണിയാണ് ഈ തുറക്കുന്നത്. ഇതാണ് മഴവെള്ള സംഭരണി. മഴവെള്ള സംഭരണി. സമ്മതിക്കത്തില്ല. ഇദ്ദേഹമൊക്കെയാണ് അവിടെ വന്ന് പറഞ്ഞത് മഴവെള്ള സംഭരണിയാണ് കേട്ടോ. മഴവെള്ള സംഭരണി വേണം കണ്ടില്ലേ, ഉറപ്പ് വരുത്തിച്ചില്ലേ? ഇദ്ദേഹമാണ് ആവർത്തിച്ച് പറഞ്ഞത് ഇത് മഴവെള്ള സംഭരണിയാണ്. എന്നിട്ട് ഇത് മഴവെള്ള സംഭരണി എന്നിട്ട് ഇങ്ങനെയാണോ ഇരിക്കുന്നത്? ഇനി എങ്ങനെ പറയട്ടെ, ഇത് മനുഷ്യരാണ് താമസിക്കുന്നത്. നിങ്ങളും മനുഷ്യരല്ലേ? നിങ്ങളും മനുഷ്യരല്ലേ? അവര് പറയട്ടെ. സാധനം ഒന്ന് വീഡിയോ എടുത്തോളെ. ഇതിന് കുഴപ്പമില്ല, നിങ്ങൾക്ക് കുഴപ്പമില്ല. നിരീക്ഷിക്കും. ചേട്ടാ അതിന് പോവല്ലേ കിട്ടത്തില്ല. ഇതിനകത്തോട്ട്
വാട്ടർ അല്ലല്ലോ പിന്നെ അല്ല സാറേ പണിയെ ഈ നാട്ടിലുള്ള ആളുകളുടെ ആരോഗ്യം സംരക്ഷിക്കാനല്ലേ ഹോസ്പിറ്റൽ ഇത്രയും വലിയ മോശത്തരമാണ് ഇവിടെ നടക്കുന്നതെന്നുള്ള ആളുകൾ അവിടെ നിന്ന് സെപ്റ്റ് ടാങ്കിൻ്റെ പൈപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിറയുമ്പോൾ ഇങ്ങോട്ട് ചാടും. അവിടെ നിന്ന് വന്ന് അങ്ങനെ എന്തായാലും മഴയുള്ള മഴ പെയ്ത് കഴിഞ്ഞാൽ മഴവെള്ള സംബന്ധമാണെങ്കിൽ സാറ് പറഞ്ഞാൽ ഇത് മഴവെള്ള സംഭരണി ഹരിയാഹാരം കുടിക്കുന്നത് മഞ്ജു വീഡിയോ തീരുമാനമായാലും എല്ലാ പഞ്ചായത്തിലും സമയം സർക്ക് ചെയ്യുമ്പോഴും ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇത് ബില്ല് ചെയ്യുന്ന സമയത്തും പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ജീവനക്കാരനും ജനപ്രതിനിധി ഞങ്ങൾ 3 പേരുണ്ട്. വാർഡ് മെമ്പറുണ്ട്, ബ്ലോക്ക് മെമ്പറുണ്ട്, ആരെ ആവശ്യമുള്ള ആളുണ്ട്. ഇനി നിങ്ങൾ ആരോടും പറയില്ല ഇത് മഴവെള്ളം വന്നു ഞാൻ പറഞ്ഞു എന്നുള്ള നിലയിൽ മനസ്സിലാക്കി മഴവെള്ളമെന്ന് പറയില്ല. അല്ലെങ്കിൽ മെമ്പറെ ഇവിടെ മുഴുവൻ നാട്ടം മെമ്പറെ കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാരെ തള്ളിയാൽ മതി. ഓർക്കുക, ഒരൊറ്റ മുഖ്യധാരാ മാധ്യമങ്ങളും ഈ വാർത്ത നൽകുന്നില്ല. കാരണം ലക്ഷങ്ങളാണ് പരസ്യത്തിൽ നൽകുന്നത്. അതുപോലെ പോലീസ് സ്റ്റേഷനും യാതൊരു പരാതിയും ഇവർക്കെതിരെ എടുക്കത്തില്ല. കാരണം കൃത്യമായി മാസപ്പടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കെതിരെ യാതൊരു നിയമ നടപടികളും നമ്മുടെ സിസ്റ്റം ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.